മലപ്പുറം KSRTC ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സിലെ L2 ബ്ലോക്കും രണ്ടാം ഘട്ട പ്രവൃത്തി ഉദ്ഘാടനവും നടന്നു. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പവൻ ഗോൾഡ് ലൈറ്റ് സ്റ്റാർ കോംപ്ലക്സ് തിരുനാവായ റോഡ് പുത്തനത്താണി. ഗതാഗത മന്ത്രി KP ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. KSRTCയിൽ അർഹരായവർക്കെല്ലാം പ്രമോഷൻ നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. ടെക്നിക്കൽ തലം മുതൽ പ്രമോഷൻ നടപ്പിലാക്കുമെന്നും കൂടുതൽ ജീവനക്കാർ വിരമിക്കുന്ന വർഷം കൂടിയാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നെ പുതിയ വണ്ടികൾ ഡീസൽ മൈലേജ് കൂടുതൽ തരുന്ന വണ്ടികളാണ്. സാധാരണ 3 കിലോമീറ്റർ തരുന്ന സ്ഥലത്ത് ഇപ്പോൾ 4, 4.5, 5 തരുന്ന വണ്ടികളാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. ചെറിയ ബസ്സുകളൊക്കെ 7 കിലോമീറ്റർ വരെ മൈലേജ് തരുന്നുണ്ട്. അങ്ങനെ തരുമ്പോൾ വലിയ ഒരു തുകയിൽ വ്യത്യാസം വരും. പിന്നെ എല്ലാ പെട്രോൾ പമ്പുകളും KSRTCയിലെ പമ്പുകളെല്ലാം പിന്നെ നമ്മളൊരു ഓട്ടോമേറ്റ് ചെയ്യുകയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി സഹകരിച്ചുകൊണ്ട്. അപ്പോൾ ഒരു തുള്ളി ഡീസൽ, 1 ലിറ്റർ ഡീസൽ ഇവിടെ അടിച്ചാൽ KSRTC MDക്ക് അവിടെ കാണാൻ പറ്റും ഇവിടെ 1 ലിറ്റർ ഡീസൽ അടിച്ചു. അപ്പോൾ ഏത് ഡ്രൈവറാണ് കൂടുതൽ ഡീസൽ എടുക്കുന്നത്? ഡ്രൈവർ മാറിയാലും ഡീസൽ മൈലേജ് കുറഞ്ഞു എന്ന് കണ്ടാൽ വണ്ടിയുടെ കുഴപ്പമാണെന്ന് നമ്മൾ മനസ്സിലാക്കും. ആ വണ്ടിയെ പരിഹരിക്കും. പരമാവധി വണ്ടികളിപ്പോൾ ഒരു ഡ്രൈവാണ്. പുക തുപ്പുന്ന വണ്ടികളെല്ലാം പിടിച്ച് പണിതിറക്കുക എന്നുള്ളതാണ്. 1400 വണ്ടി, ഞാൻ മന്ത്രിയും പ്രമോദ് ശങ്കർ CMD ആയിട്ട് വരുമ്പോൾ 1450 വണ്ടി വരെ ഒരു ദിവസം ഷെഡിൽ കിടക്കായിരുന്നു. ഇപ്പോൾ പരമാവധി കിടക്കുന്നത് 450, 420, 430, ഇങ്ങനെ അത്രയും വണ്ടി മാത്രമേ അകത്തുള്ളൂ. ബാക്കി മൊത്തം വെളിയിലുണ്ട്. നിങ്ങളിപ്പോൾ റോഡിൽ പോയി കഴിഞ്ഞാൽ പണ്ട് KSRTC ബസ് വല്ലപ്പോഴും കാണാൻ പറ്റും, ഇപ്പോൾ എപ്പോഴും കാണാം. എല്ലാത്തിനും ആളുമുണ്ട്. കാരണം ജനങ്ങളെ ആകർഷിച്ചത് നമ്മളൊരു നല്ല കാര്യത്തിലൂടെയാണ്. കാരണം ജനങ്ങളെ ആകർഷിച്ചത് നല്ല ഹോട്ടലുകളിൽ അക്രഡിറ്റ് ചെയ്തു. അതായത് നമ്മൾ റെസ്റ്റോറൻറ്റ് പണിയാൻ നോക്കിയിട്ട് സമ്മതിക്കില്ല, നമ്മൾ ക്യാൻറ്റീൻ കൊടുക്കാൻ സമ്മതിക്കില്ല, കുഴപ്പങ്ങളുണ്ടാക്കണം. അതുകൊണ്ട് റോഡ് സൈഡിലുള്ള നല്ല റെസ്റ്റോറൻറ്റുകളിൽ 2 വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ടെങ്കിൽ ലേഡീസിന് 2 ടോയ്ലറ്റും ജെൻസിന് 2 ടോയ്ലറ്റും നല്ല ഹൈജീനിക് കണ്ടീഷൻ ആണെങ്കിൽ നമ്മുടെ ഒരു കമ്മിറ്റി പോയി പരിശോധിക്കും. ഈ കമ്മിറ്റി പോയി പരിശോധിച്ച് ഫിക്സ് ചെയ്താലും ഓരോ 3 മാസം കൂടുമ്പോഴും ഈ കമ്മിറ്റി വീണ്ടും ഹോട്ടലുകൾ പരിശോധിച്ചിട്ട് നല്ല ഫുഡ് കൊടുക്കുന്ന നല്ല സൗകര്യമുള്ള സ്ഥലങ്ങളിൽ വണ്ടി നിർത്തി കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി. അവിടെ വേറെ ഒന്നുമില്ല, ഞങ്ങൾക്കൊരു പൈസയും തരണ്ട, ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അവർ നിർത്തി കൊടുക്കും. അത് പണ്ടൊരു രഹസ്യ പരിപാടിയായിരുന്നു, അത് ഞങ്ങൾ പരസ്യമാക്കി. അത്രയും കുഴപ്പമില്ല. രഹസ്യമായിട്ട് കള്ളത്തരം കാണിക്കുന്നതിനേക്കാൾ നല്ലത് സത്യസന്ധമായിട്ട് പറയാം, ഡ്രൈവറും കണ്ടക്ടർക്കും ഫുഡ് കൊടുക്കുക നിങ്ങൾ ഫ്രീ ആയിട്ട്. വേറെ KSRTCക്ക് ഒന്നും തരണ്ട, ഒരു 10 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ മതി. കാരണം വണ്ടി അവിടെ വന്നു എന്നറിയാൻ വേണ്ടി മാത്രം. അപ്പം ജീവനക്കാരെ സംബന്ധിച്ച് സന്തോഷിക്കാൻ വകുപ്പുണ്ട്. ഒരുവിധം ആൾക്കാർക്കെല്ലാം പ്രമോഷൻ തന്നിട്ടേ ഞാൻ ഇലക്ഷനിലേക്ക് പോകുള്ളൂ എന്ന് ജീവനക്കാർക്ക് ഞാൻ ഉറപ്പ് തരികയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരുവിധം ആൾക്കാർക്കെല്ലാം പ്രമോഷൻ പ്രതീക്ഷിക്കാം. മെക്കാനിക്കൽ വിഭാഗത്തിലും കണ്ടക്ടർ, ഡ്രൈവർ എല്ലാവരും ഒരു പ്രൊമോഷൻ്റെ സാധ്യതകൾ ഞാൻ തരും. അതിനുള്ള തീരുമാനം ഇന്ന് രാവിലെ മലപ്പുറത്ത് വെച്ച് ഞാൻ CMDക്ക് കൊടുത്തു കഴിഞ്ഞു. നാളെയോ മറ്റന്നാളോ അദ്ദേഹം അതിൻ്റെ ഉത്തരവ് പുറത്തിടിയിക്കും. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യും. P. ഉബൈദുള്ള MLA അധ്യക്ഷനായി. നിലവിലെ കെട്ടിടം, ഓഫീസ്, ബസ് പാർക്കിംഗ് യാർഡ്, യാത്രക്കാർക്ക് ഇരിക്കാനുള്ള AC ലോഞ്ച്, ശുചിമുറികൾ എന്നിവ ആദ്യഘട്ടത്തിൽ നാടിന് സമർപ്പിച്ചിരുന്നു. ജില്ലാ കളക്ടർ VR വിനോദ്, ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ PA ജബ്ബാർ ഹാജി, നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിനിഷ, KSRTC ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ പ്രമോദ് ശങ്കർ, മലപ്പുറം ബ്ലോക്ക് അധ്യക്ഷ റജുല പെലത്തോടി, നഗരസഭാ വൈസ് ചെയർമാൻ ജിതേഷ് G. അനിൽ, പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർമാൻ ഹാരിസ് ആമിയാൻ, വാർഡ് കൗൺസിലർ നജ്മാബി തുടങ്ങിയവർ സംബന്ധിച്ചു. പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് ഇസ്മായിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ അനസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. പവൻ ഗോൾഡ് ലൈറ്റ് സ്റ്റാർ കോംപ്ലക്സ് തിരുനാവായ റോഡ് പുത്തനത്താണി.